മൂന്നാമത്തെ ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാറും കേരള സർക്കാരുമായിട്ടുള്ള ഈ ജലകരാറിൽ 2014 സുപ്രധാനമായിട്ടുള്ളൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഈ വൈദ്യുതിയുടെ ഫ്രീ ഷെയറിങ് പെർസെൻറ്റേജ് കൊടുക്കണം എന്നുണ്ട്. അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് കേരള സർക്കാർ. മനസ്സിലായല്ലോ, ഒന്ന് വ്യക്തമായി. അതായത് തമിഴ്നാടും കേരളവുമായിട്ടുള്ളൊരു ജലവൈദ്യുതി കരാറാണ് നമ്മുടെ മുല്ലപ്പെരിയാറിലെ ജലവൈദ്യുതിയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ആ കരാർ പ്രകാരം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതിനെ പവർ തമ്മിൽ ഷെയർ ചെയ്യണം എന്നുണ്ട്. ഷെയറിങ് എന്ന് പറയുമ്പോൾ ഇവിടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഈ വൈദ്യുതി ഉണ്ടാക്കാൻ വെള്ളം കൊണ്ടുപോകുന്നത് കൊണ്ട് കേരളത്തിനൊരു ഷെയറിന് അർഹതയുണ്ട്. അവർ നമുക്ക് ഉണ്ടാക്കി തരണം സൗജന്യമായി. യെസ്, അത് 2014 ആ ഉത്തരവ് വന്നത്. കേന്ദ്രം ഉണ്ടെന്ന ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം 2014 മുതൽ ഫ്രീ ഷെയറിങ് ഓഫ് 12% ഉണ്ട് നമുക്ക്. അതായത് അവരുണ്ടാക്കുന്ന വൈദ്യുതി 12% നമുക്ക് തരണം. ഫ്രീ ഷെയറിങ്. ഇതുവരെ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഫ്രീ ഷെയറിങ്ങിൽ നമുക്ക് 2845 കോടി രൂപ കിട്ടാനുണ്ട്. കണക്ക് കൃത്യം. അത് 2845 ഈ ഫ്രീ ഷെയറിങ് മാത്രം. 2014 മുതൽ. അപ്പോൾ അവരെത്ര വൈദ്യുതി ഉണ്ടാക്കുന്ന നമ്മളെ കണക്കുണ്ടോ? ഉണ്ടല്ലോ. അവർ നമുക്ക് കൃത്യമായിട്ട് റീഡിംഗ് എടുത്ത് അയച്ചേർന്നു. ശരിയാണോന്നറിയില്ല. അവർ തരുന്നത് നമ്മൾ വാങ്ങുന്നു, അത്രയേ ഉള്ളൂ. എത്ര അവർ വലുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്? അവർ ഏറ്റവും വലിയ കണക്കായിട്ട് വന്നിട്ടുള്ളത് 753 മില്യൺ യൂണിറ്റ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുവരെ 753 മില്യൺ യൂണിറ്റ്.